ഹലോ ഗായ്സ്, രാവിലെ നമ്മൾ വർക്ക് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്നൊരു ക്രേവിങ്സ് ടു ഹാവ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. സോ ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു മേമീസ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട്. അവിടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. സോ ഇവക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തായിരുന്നു ക്രൂക്സിൻ്റെ അവിടെ ഏതെങ്കിലും ഒരു കഫേയോ വല്ലതും ഉണ്ടോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദി ഷോപ്സ് അടച്ചേക്കും. പക്ഷേ ഇത് ഓപ്പണാണ്, ബട്ട് ഫ്രം 9 o'clock. ഇപ്പം ജസ്റ്റ് 7:30. അപ്പം നമ്മൾ ഓർത്തു ഓക്കെ, വൈ നോട്ട്, ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് എൻ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം ആക്ച്വലി കടകളൊന്നും തുറന്നിട്ടില്ല. നോക്ക്, ജസ്റ്റ് മോർണിംഗിലെല്ലാം ബിൻസൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇതേ ക്ലീനിങ്ങും ബിന്നെടുക്കലുമാണ് രാവിലെ. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഈ കോഫി ഹൗസിലാണ്, മെമീസ് കോഫി ഹൗസ്. അതിപ്പോൾ ക്ലോസ്ഡാണ്. 9 o'clock ആകുമ്പോഴേ തുറക്കും. അപ്പോൾ ആ ടൈം ആകുമ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഉണ്ടോ, ഇപ്പോൾ കറക്റ്റ് 7:48 ആയി. ഇവിടുത്തെ കുറച്ച് ഷോപ്സാണ് ഇത്. ഇവിടെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഷോപ്പ് അതോ ദി അഡ്മിറൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ള ഫിഷ് ആൻഡ് ചിപ്സ് കിട്ടുന്ന കടയാണ്. പിന്നെ നമുക്കിവിടെ ഒരു TK നെയിൽസ് ഉണ്ട്, സൂപ്പർ കട. നന്നായിട്ട് പട്ടി സോറി ഗൈസ്, ഒരു പട്ടി ചാടി വന്നു. പക്ഷെ ഇവിടുത്തെ എന്തെന്നറിയാമോ, ഇവിടുത്തെ എല്ലാ ഡോഗ്സും ഭയങ്കര ഒബീഡിയൻ്റാണ്. ഇപ്പോൾ ചാടി വന്ന പട്ടിക്ക് ലീഷ് പോലും ഇല്ല, പക്ഷെ ഓണർ പറയുന്നിടത്ത് നിൽക്കും. സോ അങ്ങനെ. സോ ഈ ഞാൻ പറഞ്ഞത് TK നെയിൽസ്, അത് സൂപ്പർ കട ആക്ച്വലി ക്രൂക്സിൽ. ഞാനിപ്പോൾ താമസിക്കുന്നതിൻ്റെ അവിടെ അത്യാവശ്യം നല്ലതായിട്ട് നെയിൽസൊക്കെ ചെയ്തു തരും. കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ അവരുടെ വർക്ക് അടിപൊളിയാണ്. പിന്നെ നമുക്ക് ചെറിയ ചെറിയ കഫേസ് ഉണ്ട്. ആണിത്, ഞാനിവിടെ വരാറുണ്ട് ഡാന കഫേയിൽ. ഇവിടെ നല്ലൊരു ഹോട്ട് ചോക്ലേറ്റ് കിട്ടും, അത് കുടിക്കാൻ. ഇവിടുത്തെ സ്ഥലം ഉണർന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ ഇഷ്ടംപോലെ പബ്സ്. നാട്ടിൽ നമ്മുടെ ബാർബർ ഷോപ്പ് ഉള്ളതുപോലെ ഇവിടെ മുക്കിന് പബ്സാണ്. അതായത് എല്ലായിടത്തും ഉണ്ട്. ലൈക്ക് ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് നെക്സ്റ്റ് ആയിട്ട് ഇങ്ങനെ ഷോപ്സ് ഉണ്ട്. പിന്നെന്താ, ആക്ച്വലി ഞാൻ താമസിക്കുന്നിടം ഇച്ചിരി ഹില്ലി ഏരിയയാണ്. അത് കാരണം ഇവിടെ ഒരു ബോൾ ഹിൽ വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. അവിടെ പോയാൽ നല്ല വ്യൂ ആയിരിക്കും, ഫുൾ സിറ്റി വ്യൂ കാണാം. സോ അത്യാവശ്യം ഹില്ലി ഏരിയയാണ്. ഞാൻ ഇറങ്ങി, നമ്മൾ 8:45 ഇറങ്ങി. നമുക്കിനി ആ കടയിലോട്ട് പോയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതെൻ്റെ വീട്ടിൽ അടുത്തുള്ള പെട്രോൾ പമ്പാ. അവിടെ ഒരു ചെറിയ 24 hours ഷോപ്പുണ്ട്. ഇപ്പം എല്ലാം ഓണായി വരുന്ന ടൈമാണ്. 8:45 ഇത് തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പ്. സോ ലെറ്റ്സ് ഗോ. ഇതുണ്ടോ, നമ്മൾ വരുന്ന വഴി ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ പാത്വേ ഉണ്ട്. 2 സൈഡിലും മരവും നടുക്കൂടെ റോഡും. എന്ത് ഭംഗിയാ. ഇവിടെ നമുക്ക് കോപ്പും സെയിൻസ്ബറി ലോക്കൽസും ആണ് ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ്. പിസ്സ, ബർഗേഴ്സ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളും നമുക്കിപ്പോൾ കഴിക്കാൻ തോന്നിയപ്പോൾ ഒരു പിസ്സ കഴിക്കാൻ തോന്നി, ഒരു ബർഗർ കഴിക്കാൻ തോന്നിയ ഒരു സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ അത്യാവശ്യം സാധനം, അങ്ങനത്തെ എല്ലാ ആക്സസും ക്രൂക്സിലുണ്ട്. നമ്മളെത്തി. ഇത് തുറന്നിട്ടുണ്ട്, ഷോപ്പ് ഓപ്പണാണ്. ഇതാണ് നമ്മുടെ കട. ഇത് ജസ്റ്റ് തുറന്നിട്ടേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. Hello. Can I have 2 full English breakfast, please? 2 English breakfast, yes? Yes. Is that everything? Yes, for now, yeah. കട ഓപ്പണാ. നമ്മൾ വന്നു, ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ അവർ ബ്രേക്ക്ഫാസ്റ്റ്. ആക്ച്വലി ഇൻറ്റീരിയറും ഒക്കെ വെരി നൈസാണ്.
ഭയങ്കര ഭയങ്കര പീസ്ഫുള്ളാണ്, ഭയങ്കര എന്താ കോസി എന്ന് പറയുമല്ലോ, ഒരു കോസി കഫേ അങ്ങനെ. സോ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് പോർക്ക്, ഇത് ബുൾസൈ, 2 ടോസ്റ്റ്, പിന്നെ ഇവരുടെ ഭയങ്കര അതിൻ്റെ സ്റ്റേപ്പിൾ ഫുഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് സ്വീറ്റ് ആയിട്ടുള്ള ബീൻസ് ആണ്, പിന്നെ റോസ്റ്റഡ് ടൊമാറ്റോസ്, സോസേജ്, ഹാഷ് ബ്രൗൺ ബേസിക്കലി പൊട്ടാറ്റോ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ക്രിസ്പി സാധനം കേട്ടോ. നമുക്ക് എപ്പോഴും ഏറ്റവും നല്ലത് കൈയിട്ട് കഴിക്കാൻ തന്നെയാണ് കേട്ടോ, ഈ ഫോർക്കും നൈഫും ഒക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും. പക്ഷേ തൽക്കാലം ഞാനിത് രണ്ടും യൂസ് ചെയ്യാൻ പോകുന്നത്. എനിവേസ് ഇത് രണ്ടും ഞാൻ ആദ്യം ട്രൈ ചെയ്യാം. ബേസിക് സാധനങ്ങളാണത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്.